കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അധികം അങ്ങ് നെഗളിക്കാനും പായസം വിളമ്പാനും നിൽക്കല്ലേ ശാരദേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിക്കുള്ള കളി ഇനിയാ തുടങ്ങാൻ പോകുന്നത്. പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ശാലിനി ഇതെല്ലാം ചെയ്തതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. പ്രീതി സത്യഭാമയുടെ മകളാ, ശാലിനി മരുമകള്. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശാലിനിയേക്കാൾ ബാധ്യത പ്രീതിയുടെ അമ്മയായ സത്യഭാമയ്ക്ക്. സത്യഭാമയോടെല്ലാം തുറന്നു പറയാതെ ശാലിനി ആടിയ ഈ നാടകം ശരിക്കും അവരെ അപമാനിക്കാൻ വേണ്ടി തന്നെ അല്ലായിരുന്നു. സത്യഭാമ എന്താ സ്വന്തം മകളുടെ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ചോര കുടിക്കുന്ന യക്ഷിയോ? ഒരു കയ്യബദ്ധത്തിലാണെങ്കിലും അർജുൻ കാരണം പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞ് മരിച്ചതുകൊണ്ടാ സത്യഭാമ ഇപ്പോഴും അവനോട് ക്ഷമിക്കാത്തത്. ആ സത്യഭാമയാണോ പ്രീതിയുടെ ഗർഭം കലക്കോന്നൊക്കെ ശാലിനി പറയുന്നത്? കല്യാണം കൂടാൻ എത്തിയവർക്ക് മുൻപിൽ വെച്ച് രാഘവൻ നായർ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയെങ്കിൽ സത്യഭാമ ഒരിക്കലും ശാലിനിയോട് ക്ഷമിക്കാൻ പോകുന്നില്ല ശാരദാമേ. അവരുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെയാ സ്വന്തം നേട്ടത്തിന് വേണ്ടി ശാലിനി കൂടെ നിർത്തിയത്. അതുമല്ല, സത്യഭാമയ്ക്ക് വേണമെങ്കിൽ ഇപ്പോഴും ആ ആഘോഷം നടത്താം. പ്രീതിയെ ഒന്ന് നന്നായി ഭയപ്പെടുത്തി കൂടെ നിർത്തിയാ മതി. അബോഷന് അമ്മയുടെ വാക്കിനാ വില കൊടുക്കേണ്ടതെന്ന ലേറ്റസ്റ്റ് കോടതി വിധി. പിന്നെ നിങ്ങളുടെ മകള് ശാലിനി എന്ത് യുദ്ധം ജയിച്ചെന്നാ? സത്യഭാമയെ നാട്ടുകാരുടെ മുൻപിൽ അപമാനിക്കുകയല്ലാതെ അവൾ എന്തെങ്കിലും നേടിയോ? ഇപ്പോഴും നിങ്ങളുടെ മകൾക്ക് സത്യഭാമയുടെ വീട്ടിൽ താമസിക്കാമെന്നേ ഉള്ളൂ. സത്യഭാമയ്ക്ക് അവളോടുള്ള വിരോധം ഇതോടെ കൂടും. സത്യഭാമ ഒരു കാലത്തും ശാലിനിയെ തന്റെ മരുമകളായി അംഗീകരിക്കാൻ പോകുന്നേയില്ല. താലി കഴുത്തിൽ ഞാത്തുന്നതും വലിയ ഭാഗ്യമൊന്നുമല്ല. ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത് തന്നെയാ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളുടെ കഴുത്തിലും തൂങ്ങുന്നുണ്ടല്ലോ ഒരു താലി, എന്ത് ഫലം! അതുപോലെ വിഷ്ണുവിന്റെ ജീവിതത്തിലും വേറൊരു പെണ്ണ് വരും ശാരദേ, ഇന്നല്ലെങ്കിൽ നാളെ. ചുറ്റുവിളക്ക് ഞാൻ അന്നത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ സുമതിയോട് പറഞ്ഞേക്ക്, നമുക്ക് ഇനിയും കാണാം. എന്ത് പറ്റി ശാരദാമ്മേ? പെട്ടെന്നൊരു സങ്കടം? ഒന്നുമില്ല തിരുമേനി. ആ സ്ത്രീ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് പറഞ്ഞുല്ലേ?
എന്താ പ്രീതി, ചായ ഒന്നുമില്ലേ? ചായ അയ്യോ ചായ മാറ. എന്താ പ്രീതി, ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ എന്താണ്? ഇന്നെന്താ പൊന്നി വന്നില്ലേ? ഇല്ല, ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കണ്ട് അവളാകെ ഭയന്നു എന്ന് തോന്നുന്നു. എന്റെ പേരിൽ ഒരു പുനർവിചാരണ ഉണ്ടായാൽ അവളും പ്രതിചേർക്കപ്പെടുമല്ലോ. ഏയ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. സത്യാമ്മയുടെ ടാർഗറ്റ് ഇപ്പൊ നമ്മള് രണ്ടാളുവാ. ശാലിനിയോട് ചിലപ്പോ അമ്മ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷെ എന്നോട് അങ്ങനെയൊന്നും ഇല്ലടി, അതൊക്കെ വെറുതെ തോന്നുന്നതാ. അതല്ല വിഷ്ണുവേട്ടാ, അമ്മയെന്ന് വിളിക്കാനുള്ള അവകാശം എനിക്കില്ലാന്നാ ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞത്. ദേഷ്യം വരുമ്പോ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും എന്ന് കരുതി അങ്ങനെ മുറിച്ചു മാറ്റാൻ കഴിയുന്നതാണോ അമ്മമാരുമായിട്ടുള്ള ബന്ധം? മക്കൾ എത്ര വലുതായാലും അവർക്ക് വേദനിക്കുമ്പോ അമ്മമാരുടെ നെഞ്ചും പൊടിയും. അത് മക്കള് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരർത്ഥത്തിൽ നോക്കിയാ ഇന്നലത്തെ പൊട്ടിത്തെറിയും ഒരാവശ്യമായിരുന്നു. തന്നോട് ഇത്രയൊക്കെ മറച്ചു വെച്ചു എന്നറിഞ്ഞിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ ഒരമ്മയ്ക്ക്? അതല്ലെങ്കിൽ മക്കളുടെ തോന്നിയസം പോട്ടേന്ന് വിചാരിക്കണോ? സത്യത്തില് പ്രീതിയോടുള്ള സ്നേഹവും സ്വാർത്ഥതയും ഒക്കെയാ ഇന്നലെ അമ്മയുടെ ഉള്ളിൽ നിന്ന് ദേഷ്യമായിട്ട് പുറത്തേക്ക് വന്നത്. ഞാൻ തെറ്റ് ചെയ്തു എന്നാണോ ശാലിനിയും പറയുന്നത്? അല്ല പ്രീതി, സത്യാമ്മയെ പോലെ പ്രീതി ഇപ്പോ ഒരമ്മയാ. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്വാർത്ഥത മാത്രമേ പ്രീതി കാണിച്ചിട്ടുള്ളൂ. ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കുമ്പോ സത്യാമ്മയ്ക്കും അത് മനസ്സിലാവും. അതിനുവേണ്ടി ഞാൻ എത്ര കാലം കാത്തിരിക്കണം ശാലിനി? ഈ വീട് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ അഭയം. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ശത്രുക്കളെ പോലെ എന്നെ കൊണ്ടത് താങ്ങാൻ വയ്യ. സത്യാമ്മയും പ്രീതിയും തമ്മിലുള്ള പ്രശ്നമല്ലേ? അതിപ്പൊ ഞാൻ തീർത്തുതരാം. ഒരമ്മയും മകളും തമ്മിലുള്ള പിണക്കം തീർക്കാനേ AK-47 ഒന്നും ആവശ്യമില്ല. 2 കപ്പ് ചായ തന്നെ ധാരാളം. സത്യത്തിൽ അമ്മയ്ക്കിത് കൊണ്ടുപോയി കൊടുക്കാൻ പേടിച്ചിട്ടാ ഞാൻ ഇവിടെ തന്നെ നിന്നത്. അതെ, സാരമില്ല. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടോളാം. പിടിക്ക വാ വിഷ്ണുട്ടാ. ഭാമേ, നീ ഒന്ന് സമാധാനിക്കേ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. സംഭവിക്കാനുള്ളതല്ലല്ലോ സംഭവിച്ചത്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അതിന് വിഷമൊന്നും തോന്നുന്നില്ലേ രാഘവേട്ടന്? വിളിച്ചുകൂട്ടിയ ആൾക്കാർക്ക് മുൻപിൽ അപമാനിതയായത് രാഘവേട്ടന് ഭാര്യ. നാട് മുഴുവൻ ഒരു തീരാ കളങ്കമായി അത് പാടി പരന്നിട്ടുമുണ്ട്. സത്യഭാമയുടെ പട്ടട വരെ ആ പേരുദോഷം പിന്തുടരും. ഭാമേ, നീ അത് അങ്ങനെയാ മനസ്സിലാക്കുന്നതെങ്കിൽ പിന്നെ അങ്ങനെ. എന്ന് കരുതി ജീവിക്കാതിരിക്കാൻ കഴിയോ മുന്നോട്ട്? അധികകാലം ജീവിക്കണമെന്നില്ല ഈ സത്യഭാമയ്ക്ക്. ജീവിക്കുന്നിടത്തോളം കാലം അന്തസ്സോടെ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കണം എനിക്ക്.
അതിന് ക്ഷതം വരുത്തുന്നത് ആരായാലും ക്ഷമിക്കില്ല ഈ സത്യഭാമ. മകളായാലും ശരി, മരുമകളായാലും ശരി. അച്ഛാ, ചായ. അമ്മയ്ക്ക് കൊടുക്കും മോളെ. അമ്മേ. കൊണ്ടുപോടി. അമ്മേ. എടി, നിന്റെ ഒന്നും മുഖം കാണരുതെന്ന് പറഞ്ഞില്ലേ ഞാൻ? ഭാമേ, രാഘവേട്ടി ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്നുണ്ടോ? പൊയ്ക്കോട്ടെ മുന്നീന്ന്. കൃഷ്ണേട്ടാ, പ്രീതിയോട് എന്തിനാ അമ്മേ ദേഷ്യം? അമ്മയ്ക്കുണ്ടായ അപമാനത്തിന് കാരണം ഞാനല്ലേ? ഞാൻ എന്ത് പാപ പരിഹാര ചെയ്യേണ്ടതെന്ന് അമ്മ പറയണം. ഞാൻ ചെയ്യാം. പരിഹാരം എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ നീ ചെയ്യോ? ചെയ്യാം. എങ്കിൽ നീ ഇല്ലാതാവണം. അമ്മേ, ശരി അമ്മ. മോനെ ഒന്ന് പോയി നോക്കും. ശാലിനി, എടോ. ഭാമേ, നീ എന്തൊക്കെയാ പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ എന്തെങ്കിലും പിടിയുണ്ടോ നിനക്ക്? അവള് ചോദിച്ചതിനുള്ള സമാധാനം ഞാൻ പറഞ്ഞു. കണ്ട നാളെ മുതൽ എനിക്ക് സമാധാനക്കേടാ അവള്. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മതി ഈ ഭൂമിയിൽ ഇനി. എടോ, താൻ എന്താ ശാലിനി, താൻ എന്താ? ഇഷ്ടപ്പെട്ട മഴ മാറ. ഞാൻ പറയുന്ന കേക്ക്. ഇഷ്ടപ്പെട്ട മോഹനാ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാനിത് പൊട്ടിക്കും. ശാലിനി, എടോ. ശാലിനി, മോളെ, നാടകം കളിക്കാൻ ഇവളേക്കാൾ കേമി വേറെ ആരുമില്ല. നാടകമല്ല. എടോ ശാലിനി, ഞാനാ പറയുന്നത്. വേണ്ട. വിഷ്ണുട്ടാ, മാറി നിൽക്ക്. അത് ഉറപ്പാക്കണമെങ്കിൽ സത്യാമ്മയ്ക്ക് തന്നെ എന്നെ ഇല്ലാതാക്കാം. അങ്ങനെ ആ ദേഷ്യം അടങ്ങുമെങ്കിൽ അടങ്ങട്ടെ. അമ്മേ, അമ്മേ വേണ്ട. ഭാമേ, നീ എന്താ കാണിക്കുന്നേ? അമ്മേ, ശരിക്കുള്ള ഡ്രാമ എന്താണെന്ന് കാണിച്ചു തരട്ടെ നിനക്ക് ഞാൻ. ഭാമേ, അമ്മ നിർത്ത്. അമ്മ, ഭാമേ, നിർത്ത്. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം കൊല്ലേണ്ടത് ശാലിനിയല്ല, എന്നെയാ, നിന്റെ ഭർത്താവിനെ. പ്രീതി ഗർഭിണിയാണെന്ന് ഈ വീട്ടിൽ ആദ്യം അറിഞ്ഞത് ഞാനാ. അക്കാര്യം അന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ശാലിനിക്ക് ഗർഭം ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. വിളിച്ചുകൂട്ടിയ നാട്ടുകാർക്ക് മുമ്പില് പ്രീതി തലവെറ്റി വീഴില്ലായിരുന്നു. പ്രീതിയുടെ അർജുന്റെ കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യിക്കുമെന്ന് ഭയന്നാണ് ശാലിനി ഗർഭം ഏറ്റെടുത്തത് നാട്ടുകാർ മുമ്പിൽ തുറന്നു പറഞ്ഞ് മാനം കെടുത്തിയത് ഞാനല്ലേ?
ശാലിനിയല്ലോ, ഞാനല്ലേ നിന്നെ നാണം കടത്തിയത്. അത് എന്നെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞു ശാലിനിയെ. അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത്? പിന്നിൽ നിന്ന് കുത്തുന്നത് ആരായാലും ക്ഷമിക്കില്ല ഈ സത്യഭാമ. Come on, അമ്മ shoot me. അമ്മേ മാറടി. വേണ്ട അമ്മേ, അമ്മ എന്താ അമ്മേ? Come on. മാറുന്നില്ലടാ, മാറാൻ. Hey, വേണ്ട. ഡാ, അവളെ തടയണ്ട. അവള് ഷൂട്ട് ചെയ്യട്ടെ. വേണ്ട മാറടി. വേണ്ട അമ്മേ. അമ്മേ, അച്ഛാ, shoot me. അമ്മേ, Shoot me. മാറാൻ. അമ്മ മാറ്. അമ്മേ പ്ലീസ് അമ്മേ, അമ്മ വേണ്ട. Shoot me. അച്ഛാ. ഭാമേ, ഇനി ഞാൻ പറയാ, സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ നെല്ലും പതിലൊന്നും തെരഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തില് ഒരു വലിയ കൊടുങ്കാറ്റിന്റെയും കെടുതിയുടെയും കാലം കടന്നുപോയെന്ന് കരുതുക. എല്ലാം കഴിഞ്ഞെന്ന് കരുതുന്നത് മൂഢവിശ്വാസ രാഘവേട്ട. വലിയ കൊടുങ്കാറ്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്.